പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആകാശവാണി തിരുവനന്തപുരം. അധ്യക്ഷൻ പ്രൊഫസർ മാധവൻ, ഈ ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ SR ശക്തിധരൻ, ശ്രീ CP രാജശേഖരൻ, ശ്രീ ആന്റണി, ശ്രീ അരവിന്ദൻ, ശ്രീ തേക്കിങ്കാട് ജോസഫ്, ശ്രീ രജി, ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ശ്രീ മാധവന പറഞ്ഞതുപോലെ സമയം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്ന സമയത്താണ് എനിക്ക് അവസരം കിട്ടിയിരിക്കുന്നത്. ഒരു മണിയാവാൻ പോകും. മാധ്യമ രംഗത്തെ വെല്ലുവിളി എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ സെമിനാറിൽ വളരെ പ്രബലന്മാരായ പ്രഭാഷകർ സംസാരിച്ചു കഴിഞ്ഞു. മാധ്യമരംഗത്തെ വെല്ലുവിളിയെക്കുറിച്ച് വളരെ ഹ്രസ്വമായിട്ട് രണ്ടു വാക്ക് പറയാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ ജേർണലിസം വിദ്യാർത്ഥികൾ ഇരിക്കുന്നതുകൊണ്ട് ഈ മാധ്യമ ലോകം തന്നെ ഇന്നെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വളരെ പഴയ കാലത്ത്, പ്രാചീന കാലത്തൊക്കെ മാധ്യമങ്ങളുടെ പ്രസക്തി ഇന്നത്തെ പോലെ പരിഗണിക്കേണ്ടതില്ല. കാരണം വളരെ പരോക്ഷലായിട്ടുള്ള ഒരു ചെറിയ സമൂഹത്തിൽ അതിന് വലിയ സാങ്കത്യം ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷെ ഇന്നത്തെ ഒരു ഓപ്പൺ സൊസൈറ്റി, ഈ തുറന്ന വിശാലമായ ലോകത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മാധ്യമത്താൽ ചൂഴ്ന്നു നിൽക്കുകയാണ്. ഒരു നിമിഷം പോലും നമുക്ക് ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ പിടിയിൽ നിന്ന് അകപ്പെട്ട് പുറത്തേക്ക് പോയി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം മാധ്യമമാണെന്നൊരു ഒരർത്ഥത്തിൽ നാം പറയേണ്ടിയിരിക്കുന്നു. പത്രങ്ങളോ റേഡിയോ ടെലിവിഷൻ മാത്രമല്ല നമ്മുടെ മാധ്യമം. ചില പുരാതനമായ പല മാധ്യമങ്ങളും, ആ മാധ്യമങ്ങളെക്കുറിച്ചൊക്കെ സവിസ്തരം സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും നമ്മുടെ ആധുനിക മാധ്യമങ്ങളായ, മാധ്യമങ്ങളുടെ മുത്തശ്ശി എന്നാണല്ലോ നമ്മുടെ പത്രങ്ങളെ തന്നെ പറ്റി പറയുന്നത്, പത്രങ്ങളെയും ആധുനിക ഇലക്ട്രോണിക് മാധ്യമങ്ങളെയും. ആധുനിക ഇലക്ട്രോണിക് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമയും ടെലിവിഷനും റേഡിയോയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ലോകമല്ല ഇത് എന്നും നമുക്കിപ്പോഴറിയാം. ഈ ആധുനിക ലോകത്തെക്കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കും അറിയാം, സൈബർ മാധ്യമമാണ് നമ്മളെല്ലാം ഭരിക്കുന്നത്. ഇപ്പോഴും റേഡിയോ ടെലിവിഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇലക്ട്രോണിക് മാധ്യമങ്ങളും കഴിഞ്ഞ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള, ഇന്റർനെറ്റ്, സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മൊബൈൽ മാധ്യമങ്ങളാണ് ഇന്നത്തെ ആധുനിക ലോകത്തെ ഭരിക്കുന്നത് എന്ന് വേണം കണക്കാക്കാൻ. ഏത് മാധ്യമമായാലും വളരെ വ്യക്തമായിട്ടൊരു 5 നിയമങ്ങൾ നമ്മുടെ മാധ്യമത്തിലുണ്ട്. മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു വാച്ച് ഡോഗ് ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിലൊരു സംശയം വരുമ്പോഴാണ് ഈ രംഗത്ത് വെല്ലുവിളികളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണോ, മാധ്യമ രംഗത്ത് തന്നെ വെല്ലുവിളികളുണ്ടോ, മാധ്യമരംഗത്തെ പ്രവർത്തകർ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. ഇത് പ്രശ്നങ്ങളുടെ ഒരു നൂലാമാലകൾ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. മാധ്യമങ്ങളൊരു പൊതുവെ ഈ പറഞ്ഞ ഇലക്ട്രോണിക് മാധ്യമങ്ങളായാലും, സിനിമയായാലും, കമ്പ്യൂട്ടറായാലും, ഇന്റർനെറ്റ് ആയാലും, മൊബൈൽ ബേസ്ഡ് ടെക്നോളജി ആയാലും എല്ലാം ഒരു സമൂഹത്തിന്റെ വാച്ച് ഡോഗ് അല്ലാതിരിക്കുന്നിടത്തോളം കാലം അതിന് വെല്ലുവിളിയുണ്ട്. മാധ്യമങ്ങൾക്ക് വേറൊരു 5 അടിസ്ഥാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. വേറൊരു അടിസ്ഥാനം, മാധ്യമം ഒരു പൊതുവേദിയാണ്. പൊതുവേദി അല്ല ഒരു മാധ്യമം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു പത്രത്തിൽ ഒരു സാധാരണ പൗരന്റെ പ്രശ്നം അടിച്ചു വരാത്ത സമയത്ത് അതൊരു വേദി, ഒരു പൊതു പ്രശ്നം കൈകാര്യം ചെയ്യുന്ന മാധ്യമമല്ല. അപ്പോൾ അന്നേരം അതിനൊരു വെല്ലുവിളി നേരിടേണ്ടി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
റേഡിയോയിൽ ആകാശവാണി എന്ന് പറയുന്ന പൊതു സ്ഥാപനം ഇവിടെ CP രാജശേഖരൻ പറഞ്ഞ പോലെ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗിന്റെ അതിന്റെ ആശയവും സന്ദേശമൊക്കെ ദിനംപ്രതി മാറിപ്പോകുന്നുണ്ടെങ്കിലും ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അതിൻ്റെതായ ഒരു ജനങ്ങളുടെ ഹിതവും സുഖവും ഒക്കെ. ജനങ്ങളുടെ ഹിതം എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെ 100,000 ജനങ്ങൾ ഓരോ ഹിതം പറയുന്നതനുസരിച്ചുള്ള ഹിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഒരു ഹിതം നമ്മളങ്ങ് ജനങ്ങളെ അടിച്ചേൽപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിനും അതുപോലെ രാജ്യത്തിന്റെ ഭാവിക്കും രാജ്യത്തിന്റെ വികസനത്തിനും അടിസ്ഥാനമായ ഒരു ഹിതം, അത് നല്ല ഹിതമാണ്. ആ ഹിതം ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ഹിതമായിരിക്കണം ശ്രീ ആകാശവാണിയുടെ ആദ്യത്തെ ഈ മോട്ടോയിൽ ഉദ്ദേശിച്ചത്. അല്ലാതെ ഈ ആയിരക്കണക്കിന് ജനങ്ങൾ ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു വരുന്നവർക്കെല്ലാം അവരുടെ ഹിതം നടപ്പാക്കി കൊടുക്കുന്നതായിരിക്കില്ല. ജനങ്ങളുടെ സുഖവും ഹിതവും എന്ന് ഉദ്ദേശിച്ചതായിരിക്കണം. ഏതായാലും അതല്ലാത്ത സമയത്ത് അവിടെ ചെന്ന് ഒരു കാര്യം പ്രസംഗിക്കാൻ പറ്റുന്നില്ല ഒരു ആവശ്യമുള്ള ഒരാൾക്കെങ്കിൽ അത് നമ്മൾ അവിടെ അതിന്റെ ലക്ഷ്യം സബോട്ടേജ് ചെയ്യുക. ഇങ്ങനെ ഒരു പൊതുവേദി അല്ലാതിരിക്കുക, സമൂഹത്തിന്റെ വാച്ച് ഡോഗ് അല്ലാതിരിക്കുക, സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനല്ലാതിരിക്കുക. എല്ലാ മാധ്യമവും ഒരു ടീച്ചർ എന്ന് പറയുന്നത് അതിന്റെ അന്തർലീനമായിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഒരു ടീച്ചറാണ്. എവരി മീഡിയം ഈസ് എ ടീച്ചർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പത്രമാണെങ്കിലും ആ പത്രത്തിന്റെ എന്റർടൈൻമെന്റ് ഉണ്ട്, ഓക്കെ, അതുപോലെ അതിന് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ അതിനൊരു എഡ്യൂക്കേഷണൽ എലിമെന്റ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഈ 3 ഘടകങ്ങൾ കൂടാതെ ഇതേയും മാധ്യമത്തിനുണ്ട്. മാധ്യമം മീഡിയം ഈസ് എ സെയിൽസ്മാൻ എന്നാണ് പറയുന്നത്. ഏത് കാര്യം നമ്മുടെ പൊതുജന മധ്യത്തിൽ മനസ്സിലാക്കി കൊടുക്കുക, അത് വിൽപ്പന നടത്തുക. വെറും വിൽപ്പന എന്നുള്ള ആശയത്തിലുള്ള സെയിൽസ്മാൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സെയിൽസ്മാൻ എന്നുള്ള ഒരു ധാരണ കൂടി ഈ മാധ്യമത്തിൽ അടങ്ങിയിരിക്കുന്നു. അപ്പൊ മാധ്യമത്തിന് ഇത്രയും പ്രാധാന്യമേറിയ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ ആ മാധ്യമം വെല്ലുവിളി നേരിടുന്നു. അത് നമുക്കിപ്പോ മാധ്യമങ്ങളിൽ നമുക്കിപ്പോ വളരെ പരക്കെ കാണുന്ന ഒരു കാര്യം നമുക്കറിയാം. ഈ പറയുന്ന ഈ ഘടകങ്ങളെല്ലാം പത്രമാധ്യമത്തിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. നമ്മുടെ ഇലക്ട്രോണിക് മാധ്യമമായ റേഡിയോയിലും ടെലിവിഷനിലും അതുപോലെ ആധുനികമായ നമ്മുടെ ഇന്റർനെറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇന്റർനെറ്റ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് പോലെയല്ല നമ്മുടെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ സമൂഹം അതിന്റെ യഥാർത്ഥമായ സംഭാവനകൾ മനസ്സിലാക്കിക്കൊണ്ടല്ല ഉപയോഗിക്കുന്നത്. ഈ ഉപയോഗം ശരിയാവുന്നില്ലെങ്കിൽ അതിനൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ തന്നെയാണ് എനിക്കുള്ളത്. അതുപോലെ ഈ മാധ്യമങ്ങളുടെ എല്ലാം അതിന്റെ വളരെ വിശാലമായ അർത്ഥത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ നൽകാനുള്ള ഒരു അവസരം ഇപ്പോഴില്ല എന്നെനിക്കറിയാം. പക്ഷേ പൊതുവെ നമ്മുടെ ആധുനിക ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് സംക്ഷിപ്തമായി പറയുമ്പോഴേ എനിക്ക് എന്റെ മനസ്സിൽ എപ്പോഴും വരുന്നത് ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന FM റേഡിയോ അതുപോലെ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പരിപാടികൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ, ഇതെല്ലാം വഴിപിഴക്കുന്നില്ലേ? ഇത് വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു വെല്ലുവിളിയായി തീരില്ലേ ഭാവിയിൽ എന്നുകൂടി നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആദ്യകാലത്ത് റേഡിയോ ഗവൺമെന്റിന്റെ ഒരു ഉപകരണം എന്നുള്ള നിലയിൽ അത് വളരെ സുരക്ഷിതമായിരുന്നു എന്ന അർത്ഥത്തിൽ ഞാൻ പറയുകയല്ല. ആ സമയത്ത് അതിൻ്റെതായ അപകടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും നമ്മൾ വികസന മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ആദ്യകാലത്ത് ഒരു വികസ്വര രാജ്യം എന്നുള്ള നിലയിൽ മാധ്യമം ചെയ്യേണ്ടുന്ന കടമകൾ ഈ സർക്കാർ മാധ്യമങ്ങൾ എന്ന് നമ്മളിപ്പോൾ മുദ്രകുത്തി വിളിക്കുന്ന ആകാശവാണിയും ദൂരദർശനും ആദ്യകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ പഴയ തലമുറയ്ക്കെങ്കിലും അറിയാം. വികസനത്തിന്റെ പാത ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വികസനാധിഷ്ഠിതമായ മാധ്യമ പ്രവർത്തനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അതൊക്കെ തന്നെയാണ് ഈ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞതിന്റെ അടിസ്ഥാനം അത് തന്നെയാണ്. വികസനാധിഷ്ഠിതമായ മാധ്യമ പ്രവർത്തനത്തിന് ഊന്നൽ കൊടുത്ത ഒരു മാധ്യമ ഘടകം എന്നുള്ള രീതിയിൽ ആകാശവാണി ദൂരദർശനം വളരെ സ്തുത്യർഹമായ സേവനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യുന്നത്. പക്ഷെ അടുത്ത കാലത്തായിട്ട് രാജ്യത്തിന്റെ ജനങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതാണല്ലോ വാസ്തവത്തിൽ ഒരു ഭരണത്തിൽ നിന്ന് കിട്ടുക. ഇന്നത്തെ പുതിയ തലമുറ